ആ പാലം തകർന്ന് അവിടെ വലിയൊരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കടന്നു പോകുക എന്നുള്ളത് മണ്ണ് പൊതിർന്ന് കിടക്കുന്നതിനാൽ ആ ഭാഗത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് ആ പ്രദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള റോപ്പിന്റെ കെട്ടിയ ഭാഗത്തേക്ക് പോകാൻ NDRF സംഘം ഉണ്ട്. മാത്രമല്ല നേരത്തെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷിക്കാനായി റോപ്പ് ഉപയോഗിച്ച് ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് NDRFന്റെ വലിയൊരു സംഘം തന്നെ പരിശ്രമിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നേരത്തെ ഈ ത്രിവാലി റിസോർട്ടിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. പകരം ആ ഭാഗത്ത് കൂടി അല്പം കൂടി ദൂരം പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. ദുർഘടം പിടിച്ച പാതയും മാത്രമല്ല വലിയ ചെളിയും പാറക്കെട്ടുകളും എല്ലാം തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ വെളിച്ചം പോകുന്നതിന് മുമ്പ് തന്നെ ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ആ ഭാഗത്ത് ഇപ്പോൾ തന്നെ കോടമഞ്ഞ് മൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു 5 മണിയോട് കൂടി തന്നെ ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എന്തായാലും വളരെ വേഗം നമുക്ക് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് പ്രേക്ഷകരിലേക്ക് ഈ ഘട്ടത്തിൽ എത്തുന്നത്. അട്ടമലയും മുണ്ടക്കയും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. രക്ഷാദൗത്യം അങ്ങോട്ടുള്ള യാത്രയിലാണ്. റിപ്പോർട്ടറിലേക്ക് വിളിച്ച് ധാരാളം ആളുകൾ പറയുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇനി പോത്തുമലയിലെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകർ